പച്ച മസാലയിൽ തയ്യാറാക്കുന്ന കോഴിക്കോട് കൊറ്റിച്ചിറ ദം ബിരിയാണിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കാണാത്തവരുടെ കാണാൻ ശ്രമിക്കുക. ഷോർട്ട് വീഡിയോ അതുകൊണ്ട് കട്ട് ചെയ്യുന്നത്. അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട്. വറ്റിച്ചെടുത്തുള്ള റൈസ് നേരെ താഴെ പച്ച മസാലയും പച്ച മീറ്റും അതിന് മുകളിലേക്ക് ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വറുത്തെടുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇനി ബാക്കി റൈസ് അതിന് മുകളിലും കൂടി മൊത്തത്തിലാണ്ട് പരത്തിട്ട് കൊടുക്കുക. അങ്ങനെ ചുറ്റും നമ്മൾ മൈദമാവ് ഒട്ടിച്ചു കൊടുത്ത് ഇനി നമ്മൾ 6 kg എന്ത് ചെയ്യുക, ടോപ്പിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പാചകക്കാരുടെ കൂടെ വീഡിയോ എടുക്കാൻ പോയി നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു കോഴിക്കോട് സ്റ്റൈലിലുള്ള ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഏകദേശം ഒരു 15-16 തേങ്ങയുടെ ചിരട്ടുണ്ട്. 30-32 ചിരട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോ 3:56. അപ്പൊ എത്ര മണിക്ക് ദമ്മ് പൊട്ടും നോക്കാം. 4:20 ആയപ്പോഴേക്കും ദമ്മ് പൊട്ടി. 2.5-2.25 മണിക്കൂറോളം ദമ്മിൽ ഇത് കിടന്നിട്ടുണ്ട്. എന്നിട്ട് പൊട്ടിച്ച് നോക്കുന്ന സമയത്തുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാട്ടാ. റൈസ് വേറൊരു ചെമ്പിലേക്ക് നമ്മൾ കുത്തിയിടുകയാണ്. അടി പിടിച്ചിട്ടില്ല, ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. ഇങ്ങനെ തന്നെയാണ് ദം ബിരിയാണി ഉണ്ടാവല്. അധികം ഒന്നുമില്ല, കുറച്ചുള്ളൂ. അത് ഇങ്ങനെ എടുത്തിട്ട് നേരിട്ട് ഈ റൈസിന്റെ മുകളിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിന്റെ മുകൾ തട്ടുന്നും അടിയിൽ നിന്നൊക്കെ ആയിട്ട് എടുത്തുള്ള റൈസ് ഉണ്ടല്ലോ, എല്ലാം കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. നല്ല രസമുണ്ട്. അരി തമ്മിൽ ഒട്ടിയിട്ടില്ല, അരി മുറിഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് വേവാണ്. ലഗോണം ഒന്നുകൂടി വേവാണ്ട്, മസാല ഒക്കെ അടിപൊളിയാണ്. ഇനി അഥവാ ഇത്തരത്തിൽ ലഗോൺ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കന്റെ ചില പോർഷൻസ് ഒക്കെ വേവ് കുറവുണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ് കുക്കറിൽ ഇട്ടിട്ട് 1-2 വിസിലൊന്ന് അടിച്ചിട്ട് ഫിഷിൽ വെച്ചിട്ട് മസാലയിൽ മിക്സ് ചെയ്താൽ മതി. നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ഒരു രക്ഷയില്ല.